എല്ലാവർക്കും നമസ്കാരം. തുടുപ്പിന്റെ മറ്റൊരു ട്രെയിലർ റിയാക്ഷൻ വീഡിയോയിലേക്ക് നമുക്ക് എല്ലാവർക്കും ടീസർ റിയാക്ഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ സിനിമയുടെ പേരാണ് നുണക്കുഴി. എനിക്കൊട്ടുമില്ല ജിത്തു ജോസഫിന്റെ ഡയറക്ഷനിൽ വരുന്ന സിനിമയാണ് നുണക്കുഴി. ജിത്തു ജോസഫും മൈബോസിന് ശേഷം ഒരു കോമഡി എന്റർടൈനറിലേക്ക് കടക്കുകയാണ്. അതിൽ നടനായി വേറെ ആരില്ല, ബേസിൽ ജോസഫ് ആണ്. ഇപ്പം ജനപ്രിയ എന്നറിയപ്പെടുന്ന ബേസിൽ ജോസഫ് ഇതിലേക്ക് ടൈറ്റിലേക്ക് പൊക്കോണ്ടിരിക്കുന്ന ഇപ്പോ ബേസിലാണ്. പ്രിഫറൻസ് ഒരു കുറച്ച് നടന്മാരുടെ പ്രിഫറൻസ് എടുക്കുന്ന പുള്ളിയാണ് ബേസിൽ ഗ്രേസ് ആന്റണി, അങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. അൽത്താഫ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് ടീസറിലേക്ക് കിടക്കാം. അൽത്താഫ് നമ്മൾ എടുത്തു പറയണം. അൽത്താഫ് ഇപ്പം കോമഡി എല്ലാം നല്ലപോലെ ചെയ്തു വരുന്നതാണ്. എന്റെ സ്നേഹവും പ്രണയവും നിഷ്കർണം ചവിട്ടിത്തേച്ച് അവളോടുള്ള എന്റെ പ്രതികാരം ഇവിടെ തുടങ്ങുകയാണ്. ഞാൻ എബി സക്കറിയ. ഇന്ന് രാവിലെ റെയ്ഡിന് വന്ന ഓഫീസിലെ ഇവൻ പഠിച്ച കള്ളനാട്ടോ. ഇല്ലാത്ത വകുപ്പൊക്കെ ഇട്ട് ഇവനെ അങ്ങ് പൂട്ടിയല്ലേ. സാർ, എനിക്ക് മോഷ്ടിക്കേണ്ട കാര്യമൊന്നുമില്ല സാർ. ബേസിക്കലി ഐ എം എ റിച്ച് മാൻ. ഷോ സം റെസ്പെക്ട്. അപ്പം ഒരു കോമഡി അതില് മിക്ക ക്യാരക്ടേഴ്സിനെ അപ്പൊ കാണുമ്പോ തന്നെ ചിരി വരുന്ന ക്യാരക്ടേഴ്സാണ്. ഗ്രേസ് പൊളിയാണ്. ഗ്രേസിന്റെ മറ്റേ നിവിൻ പോളിയുടെ സിനിമയില് നല്ല രസമായിരുന്നു ഗ്രേസിന്റെ. അപ്പൊ കോമഡി ചെയ്യാൻ പറ്റിയ എല്ലാരും ആണ്. കാണിച്ച ക്യാരക്ടേഴ്സ് മിക്കതും ആക്ഷനൊക്കെ കണ്ടിട്ട് എനിക്ക് തോന്നുന്ന ലുക്കൊക്കെ കണ്ടിട്ട് കോമഡി സാധനമായിട്ട് എല്ലാരും കോമഡി നല്ലൊരു എന്റർടൈൻ ആയിക്കട്ടെ. ഉള്ള എടുത്തേക്കുന്ന എല്ലാ കാസ്റ്റിൽ എല്ലാരും കോമഡി ചെയ്യുന്ന ആൾക്കാർ, എല്ലാ സീരീസ് റോൾ ചെയ്യുന്ന ആൾക്കാരെ കുറവാണ്. സൈജു ഗ്രൂപ്പ് അങ്ങനെ എല്ലാരും കോമഡി ചെയ്യുന്ന. അപ്പൊ നല്ല മൈബോസിന് ഫാമിലിയൊക്കെ അടിച്ചു പൊളിക്കാൻ പറ്റിയ പടം തിയേറ്ററിൽ വൻ ചിരി പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഇത് ഇറങ്ങുന്നത് 15 ഓഗസ്റ്റ് ആണ്. നമ്മളെ അന്ന് എല്ലാവർക്കും അവധി. ബേസിലെ പടം ഇപ്പൊ നല്ല ഗ്യാരണ്ടീഡ് പടങ്ങളാണ്. ഏത് പടം എടുത്താലും കോമഡി പടങ്ങളില് ഒരു നായകനായിട്ട് ചൂസ് ചെയ്യാൻ പറ്റിയ ആളാണ് എന്ന് പറഞ്ഞ് ബാക്കി ആരും നായകനായിട്ട് ചൂസ് ചെയ്യാൻ പറ്റൂല എന്നല്ല എന്റെ അഭിപ്രായം. അങ്ങനെയല്ല, നേരത്തെ പറഞ്ഞ മുൻപന്തിയിലുള്ള ഒരാളാണ്. അപ്പൊ എങ്ങനെയാ നിങ്ങൾക്ക് എല്ലാവർക്കും ടീസർ ഇഷ്ടപ്പെട്ടോ? ഞങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടല്ലേ? ഇഷ്ടപ്പെട്ടില്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ കുറെ നാളായിട്ട് കോമഡി പടങ്ങൾ വെയിറ്റ് ചെയ്യുക. നമ്മൾ സീരിയസ് പടങ്ങളും ഈ ത്രില്ലർ അങ്ങനെ പടങ്ങളൊക്കെ തിയേറ്ററിൽ പോയി കണ്ട് ഒരു കോമഡി പടം വീണ്ടും വെയിറ്റ് ചെയ്ത് കാണാനായിരിക്കും. അപ്പൊ എന്തായാലും തിയേറ്ററിൽ തന്നെ എനിക്കിത് പോയി കാണണമെന്നുണ്ട്. തിയേറ്ററിൽ ഇരുന്ന് ചിരിച്ചു മറിഞ്ഞൊരു സിനിമ കണ്ടിട്ട് തോന്നുന്ന നാളായി പോകും അല്ലേ? കോമഡി പടം കാണുന്ന തിയേറ്ററിൽ ആ ഒരു ക്രൗഡിനിടയ്ക്ക് ഇരുന്നാലേ കൂടെ നമ്മൾ ചിരിക്കും. ചെറിയ കോമഡി ആയാൽ തന്നെ നമ്മൾ ചിരിച്ചു. അപ്പൊ കാണാത്തവർ ടീച്ചർ പോയി കാണുക. യൂട്യൂബിൽ അവൈലബിൾ ആണ്. അപ്പം ബൈ.